Hello guys, എല്ലാവർക്കും whitedevilvlogs ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഒരു യൂട്യൂബറിന്റെ എഫോർട്ടിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഒരു യൂട്യൂബേഴ്സ് എന്തോരം എഫോർട്ട് എടുത്തിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഒരു എഫോർട്ടിൻ്റെ കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പം എൻ്റെ എഫേർട്ടെന്ന് മാത്രം ഇതിനെ പറഞ്ഞാൽ പോരാ. ഈ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി എഫേർട്ടുകൾ എനിക്കൊന്നല്ല, ഏതൊരു യൂട്യൂബർക്കോ അല്ലെങ്കിൽ ഏതൊരു എഡിറ്ററിനോ ഉണ്ടാകുന്ന എഫേർട്ടുകളും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വേറെ കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ. എന്താണെന്ന് വെച്ചാൽ ഈ എഫേർട്ട്, അതായത് എൻ്റെ എഫേർട്ട് പോലെ തന്നെ ഒട്ടുമിക്ക ആൾക്കാരുടെ എഫേർട്ടും സെയിം ആയിരിക്കും. ഇപ്പം ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ 1 സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് മുതൽ 1 കോടി സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരുടെ എല്ലാം എഫേർട്ട് എന്ന് പറയുന്നത് ഏകദേശം കറക്റ്റായിട്ടുള്ള രീതിക്കാണ് ഗൈസ് പോകുന്നത്. അപ്പം നമുക്ക് സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. യൂട്യൂബർമാരുടെ എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയ രീതിക്കുള്ള എഫേർട്ടൊന്നുമല്ല, നല്ല രീതിക്കാണ് ഒരു യൂട്യൂബർ ഒരു എഫേർട്ട് എടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, എൻ്റെ ഒരു ചെറിയൊരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ തുടങ്ങാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് പറയുന്നത് ക്യാമറയിലൊന്നുമല്ല, നമ്മളൊരു ചെറിയ സാധാരണ ഒരു ഫോണിലാണ് ചെയ്യുന്നത്. ഫോൺ എന്ന് പറയുന്നത് ഹുവാവേ Y6 2019 പ്രൈം എഡിഷൻ ഫോണിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ സാംസങ് ഗാലക്സി J7 പ്രൈം 2018 എഡിഷൻ്റെ അത് ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് അതനുസരിച്ചുള്ള ക്ലാരിറ്റി ഉള്ളൂ. പിന്നെ നമ്മൾ എഡിറ്റിങ്ങിൻ്റെ അതോടാണ് അത്യാവശ്യം രീതിയിലുള്ള ക്ലാരിറ്റിയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർ കാണുന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നെറ്റിൻ്റെ വിഷയവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഇപ്പം നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ആദ്യ സമയങ്ങളിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പവർ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും പവർ ഡയറക്ടറിനെ കുറിച്ച്. ഞാൻ ആദ്യം അതിന് മുമ്പ് ഞാൻ പവർ ഡയറക്ടർ ഉപയോഗിക്കുന്നതിന് മുമ്പ് വിവ വീഡിയോയുടെ ലൈറ്റ് വേർഷൻ ഉപയോഗിച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് പ്രോ ഒന്നും അല്ലായിരുന്നു, എന്നാലും അത് അത്യാവശ്യം നന്നായിട്ട് എനിക്ക് ഒരു റിസൾട്ട് തരുമായിരുന്നു. അപ്പം അതിൻ്റെ അകത്തുള്ള എഡിറ്റിങ് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നാതെ വന്നപ്പോഴത്തേനാണ് ഞാൻ എൻ്റെ ഇത് മാറ്റി, അതായത് എഡിറ്റിംഗ് ടൂള് മാറ്റി പവർ ഡയറക്ടറിനകത്തേക്ക് ഷിഫ്റ്റ് ചെയ്തത്. പവർ ഡയറക്ടറിനകത്ത് വന്നപ്പോഴത്തേന് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഔട്ട് കിട്ടുമായിരുന്നു. അതായത് 60 FPS 110p വരെ നമുക്ക് വീഡിയോ റെൻഡർ ചെയ്തെടുക്കാൻ സാധിക്കുമായിരുന്നു പവർ ഡയറക്ടറിനകത്ത്. അങ്ങനെ പവർ ഡയറക്ടറിനകത്ത് കുറേ നാൾ എഡിറ്റ് ചെയ്തു. ഒരു ഏകദേശം 100 വീഡിയോസ് അടുത്ത് പവർ ഡയറക്ടറിനകത്ത് ഞാൻ എഡിറ്റ് ചെയ്തു. പവർ ഡയറക്ടർ തന്നെയായിരുന്നു സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 1 വർഷം അടുത്ത് പവർ ഡയറക്ടർ ഉപയോഗിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. പവർ ഡയറക്ടറിനകത്ത് അത് കഴിഞ്ഞപ്പോഴല്ല മനസ്സിലായേ, അതിന് മുമ്പ് നമ്മുടെ വീഡിയോസിന് അതിൻ്റെ ആവശ്യം വരുന്നില്ലായിരുന്നു. അതായത് പവർ ഡയറക്ടറിനകത്ത് 2 ലെയർ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോഴത്തേന് എനിക്ക് 2 ലെയറിനകത്ത് മുകളിലേക്ക് വീഡിയോസൊക്കെ ആഡ് ചെയ്യേണ്ട വന്നപ്പോഴത്തേന് ഞാൻ പവർ ഡയറക്ടർ നൈസായിട്ട് ചവിട്ടിയിട്ട് കൈൻ മാസ്റ്ററിലേക്ക് കയറി ഗൈസ്. അപ്പോൾ കൈൻ മാസ്റ്ററിനകത്ത് കയറിയപ്പോൾ കൈൻ മാസ്റ്ററിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1080p ക്ലാരിറ്റി വീഡിയോ റെൻഡർ ചെയ്തെടുക്കാൻ സാധിക്കും. 30 FPS, അതായത് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ മാത്രമേ നമുക്ക് വീഡിയോ റെൻഡർ ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ കൈൻ മാസ്റ്ററിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേങ്കിൽ അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. നമ്മളെങ്കിലും നല്ല സൂപ്പറായിട്ട് തന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനാണ് നമ്മൾ ലാപ്ടോപ്പ് എടുക്കുന്നത്. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ലെനോവയുടെ ലാപ്ടോപ്പ് എടുക്കുന്നു. പക്ഷേങ്കിൽ അതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്ത് അഡോബി പ്രീമിയർ പ്രോ CC19 എഡിഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. ക്രാക്കിഡ് ആണ് കേട്ടോ. അപ്പം അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അത്യാവശ്യം നന്നായിട്ട് വീഡിയോസൊക്കെ 1-2 ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലായത്. അതായത് ഈ വീഡിയോയുടെ റെൻഡറിങ് ടൈം ഭയങ്കരമായിട്ട് കൂടുതലാണ് ഗൈസ്. നമുക്ക് ഫോണിൻ്റെ അകത്തൊരു വീഡിയോ റെൻഡർ ചെയ്തെടുക്കാനായിട്ട് ഏകദേശം 10-15 മിനിറ്റ് മാക്സിമം മതി. പക്ഷേങ്കിൽ നമ്മളത് കമ്പ്യൂട്ടറിനകത്തേക്ക് വരുമ്പോഴത്തേന് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റുള്ള വീഡിയോ റെൻഡർ ചെയ്തെടുക്കാനായിട്ട് 3-4 മണിക്കൂറാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ നൈസായിട്ട് വീണ്ടും ഫോണിൻ്റെ അകത്തേക്ക് തന്നെ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിന് വന്നേക്കാണ്. അതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ രീതിക്കുള്ള സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഏകദേശം അത്യാവശ്യം നന്നായിട്ട് കൂറായിട്ടുണ്ട്. നേരത്തെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം നല്ല പൊളിയായിരുന്നു, നമ്മുടെ ന്യൂസ് പേപ്പർ പ്രിൻ്റൊക്കെ അടിച്ച് നല്ല പൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ റൂമിൻ്റെ അകത്തായിരുന്നു ആ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ റൂമിൻ്റെ അകത്ത് ലാപ്ടോപ്പ് ഒന്നും വെക്കാനായിട്ടുള്ളൊരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ട്രൈപോഡ് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന ടേബിൾ എടുത്തിട്ടാണ് ലാപ്ടോപ്പ് വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് അതുകൊണ്ട് നമുക്ക് അവിടെ ഇരുന്ന് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കാത്തൊരു സെറ്റപ്പ് വന്നുകൊണ്ടാണ് നമ്മൾ ഇപ്പം വീണ്ടും ബാക്ക്ഗ്രൗണ്ട് കൂറയായി പോയത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു നോർമൽ രീതിക്കുള്ളൊരു സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇനി അടുത്ത കാര്യം, ഇനി ഒരു യൂട്യൂബറിൻ്റെ എഫേർട്ടിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. യൂട്യൂബറിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഗൈസ്. ഒരു വീഡിയോ നമ്മൾ എടുത്ത് എഡിറ്ററിനകത്തിട്ട് എഡിറ്റ് ചെയ്ത്
ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 3-4 മണിക്കൂർ വേണം. ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഏകദേശം 1-2 മണിക്കൂർ വേണം. ഒരു വീഡിയോ കാര്യം വെച്ചാൽ ഒരു വീഡിയോ തന്നെ 3-4 തവണ എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റിസൾട്ടുള്ളൊരു വീഡിയോ നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ മൈക്ക് കുത്താൻ മറന്നു പോകും, ചില സാഹചര്യങ്ങളിൽ ക്യാമറ ഓണാക്കാതിരുന്ന് സംസാരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സിസ്റ്റങ്ങൾ സംവിധാനങ്ങളൊക്കെ അങ്ങനെയുള്ള പോരായ്മകളൊക്കെ വരുന്നത് കൊണ്ടാണ് നമ്മുടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ 2-3 മണിക്കൂറൊക്കെ എടുക്കുന്നത്. അപ്പം അങ്ങനെ 2-3 മണിക്കൂർ എടുത്ത വീഡിയോ നമ്മൾ ഇതെല്ലാം കൂടെ എടുത്ത് ഇതിൻ്റെ എല്ലാം ഫയൽ എടുത്ത് നമ്മൾ ഒരു എഡിറ്ററിനകത്തോട്ട് ഇടും. ഒന്നില്ല പ്രീമിയർ പ്രോ, അല്ലെ പവർ ഡയറക്ടർ, അല്ലെങ്കിൽ ഫിലിമോറ, അങ്ങനെ ഏതിൻ്റെ അകത്തേലും എടുത്തിരുന്നത്. ചിലപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലായിരിക്കും എഡിറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ നമ്മൾ ഫോണിലായിരിക്കും എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ എടുത്ത് അങ്ങോട്ട് ഇടുമ്പോഴത്തേന് അവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ഔട്ട് നമ്മൾ ഒരു 3-4 മണിക്കൂർ ഇരുന്ന് കഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേന് കിട്ടും. അതും പകലിരുന്ന് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാര്യം വെച്ചാൽ പകൽ നമ്മൾ ഇരിക്കുമ്പോഴത്തേന് ഓരോ പണികൾ നമുക്ക് വരും. ഒന്നില്ല വീട്ടുകാർ വരും, വീട്ടുകാർ വന്നിട്ട് എന്തെങ്കിലും ചോദിക്കാൻ, അപ്പോൾ നമുക്ക് അവിടെ വരെ പോകാം ഇവിടെ വരെ പോകാന്നൊക്കെ പറഞ്ഞ് വീട്ടുകാർ കൂട്ടിക്കൊണ്ടോ അല്ലെ ഫ്രണ്ട്സ് കൂട്ടിക്കൊണ്ടോ അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ പകൽ എഡിറ്റിംഗ് ഇല്ല. നമ്മൾ നേരെ എഡിറ്റ് ചെയ്യുന്നത് രാത്രിയിലാണ്. രാത്രി ഒരു 10 മണിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 1 മണി 2 മണി ആകുമ്പോഴത്തേനും നമ്മുടെ എഡിറ്റിങ്ങും തീർന്ന് റെൻഡറിങ്ങും തീർന്നിട്ടാണ് നമ്മൾ കിടക്കുന്നത്. കിടന്ന് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് തംബ്നെയിൽ ഡിസൈൻ ചെയ്യാനിരിക്കും. തംബ്നെയിൽ എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിക്സാർട്ടാണ്. ഞാൻ പണ്ട് തൊട്ടും ഇന്ന് വരെ ഞാൻ പിക്സാർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിക്സാർട്ട് അത് കഴിഞ്ഞ് ഒരു വീഡിയോയുടെ തംബ്നെയിൽ നമ്മൾ ഫോട്ടോഷോപ്പ് ഇട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത്, പക്ഷേ ആ തംബ്നെയിൽ അത്ര ഒരു രസമായിട്ട് എനിക്ക് തോന്നാഞ്ഞുകൊണ്ട് ഞാൻ നേരെ എന്നായെന്ന് വെച്ചാൽ നമ്മൾ നേരെ വീണ്ടും പിക്സാർട്ടിലേക്ക് തന്നെ വന്നു. പിക്സാർട്ടിന് അതിന് നമ്മൾ തംബ്നെയിൽ എഡിറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്നായി വന്നു വെച്ചാൽ ഈ വീഡിയോ എല്ലാം കൂടെ എടുത്ത്, അതായത് ഇപ്പം ഞാൻ നിലവിൽ ഈ വീഡിയോ എല്ലാം ഡാറ്റ കേബിൾ കുത്തി നേരെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് ഞാൻ കയറ്റുന്നു. എന്നിട്ട് അവിടുന്ന് നമ്മൾ തംബ്നെയിലും ടാഗും ടൈറ്റിലും എല്ലാം കൊടുത്തിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിന് ടാഗും ടൈറ്റിലും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഡിസ്ക്രിപ്ഷൻ പിന്നെ വലിയ സീനില്ല, നമുക്ക് സംസാരിച്ച വിഷയത്തിനെ കുറിച്ച് ഒരു ചെറിയ ഷോർട്ട് നോട്ട് എഴുതി വെച്ചാൽ മതി. പക്ഷേങ്കിൽ ടാഗും ടൈറ്റിലും കൊടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനെ ടാഗും ടൈറ്റിലും എല്ലാം കൊടുക്കുന്നു. ടാഗും ടൈറ്റിലും എല്ലാം കൊടുത്തിട്ട് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1080p വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ 2.5 GB 3 GB 3.5 GB ആ ഒരു സൈസിലൊക്കെ വരും. അത്രയും സൈസിൽ നമ്മൾ വീഡിയോസ് നമ്മുടെ നെറ്റും കളഞ്ഞ് അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അന്ന് ഉപയോഗിക്കാനായിട്ട് നെറ്റ് തികയത്തില്ല. അപ്പം നമ്മൾ എന്നായി എന്ന് വെച്ചാൽ നൈസായിട്ട് അമ്മച്ചിയുടെ ഹോട്ട്സ്പോട്ട് ഓണാക്കി വെക്കുക, അല്ലെങ്കിൽ അത്തച്ചിയുടെ ഹോട്ട്സ്പോട്ട് ഓണാക്കി വെക്കുക, പകുതി അങ്ങനെ അപ്ലോഡ് ചെയ്യുക, പകുതി നമ്മുടെ നെറ്റ് ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാനും സിമ്മും ഏതാണെന്ന് വെച്ചാൽ ഞാൻ വോഡാഫോണിൻ്റെ സിമ്മാണ്, അതായത് VIയുടെ സിമ്മും 299 രൂപയുടെ പാക്കുമാണ് ഞാൻ ചെയ്യുന്നത്. 299 രൂപയുടെ പാക്ക് ചെയ്യുമ്പോഴത്തേന് 4 GB നെറ്റ് ഡെയിലി കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ 299 പാക്ക് വെച്ച് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്തൊക്കെ കഴിഞ്ഞ് നമ്മളിതെല്ലാം ഇത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞ് നമ്മളിതെല്ലാം കഴിഞ്ഞ് നമുക്കൊരു സന്തോഷം, അപ്പോഴത്തേനും നമ്മുടെ മനസ്സിൻ്റെ അതൊരു ഫീൽ വരും. ഈ വീഡിയോ ആൾക്കാർ എങ്ങനെ എടുക്കും എന്നുള്ളൊരു ചിന്തയിലൊരു ഫീൽ നമ്മുടെ മനസ്സിൽ വരും. ആ ഒരു ഫീലൊക്കെ നമ്മളിങ്ങനെ അടിച്ചിരുന്നിട്ട് നമ്മൾ വീഡിയോ ഷെഡ്യൂൾ ചെയ്താണ് വെക്കുന്നത്. രാത്രി 9 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെക്കും. ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേന് ആൾക്കാർ ഈ വീഡിയോ എത്ര ക്ലിക്ക് വരുന്നുണ്ടെന്ന് നമ്മൾ 24 മണിക്കൂർ ഇങ്ങനെ നോക്കിയിരിക്കും. ഒന്നില്ല കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ നോക്കിയിരിക്കും, അല്ലെ ഫോണിൻ്റെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കിയിരിക്കും. അപ്പം ക്ലിക്കും കാര്യങ്ങളൊക്കെ അപ്പോഴത്തേന് ഇത്രയും കഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്നതാണ് വെറും 30 views അല്ലെങ്കിൽ 40 views ഒക്കെ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കഷ്ടപ്പാടും വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പം ഒരിക്കലും ഒരു യൂട്യൂബറിനെ തെറി വിളിക്കുക ഒന്നും ചെയ്യില്ല. കാര്യം വെച്ചാൽ ആ ഒരു യൂട്യൂബർ എന്തോരം എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പം നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ നെഗറ്റീവ് കമൻറ്റുകളും കാര്യങ്ങളെല്ലാം നമുക്കുമുണ്ട്. പക്ഷേ എങ്കിൽ നമുക്കതൊന്നും സാരമില്ല. നമ്മൾ എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മളെ പഠിത്തം നമ്മൾ കളയാതെ എന്നാലും വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന സമയങ്ങളിലെല്ലാം ഷൂട്ട് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് നിങ്ങളിലേക്ക് നമ്മുടെ വീഡിയോസ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് ഗൈസ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് എന്നൊക്കെ പറയുന്നത്. സ്റ്റുഡിയോ സെറ്റപ്പ് അല്ല, എൻ്റെ ഒരു എഫേർട്ട് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന PC എന്ന് പറഞ്ഞാൽ ലെനോവയുടെ AMD പ്രോസസ്സർ വരുന്ന 1 TB 4 GB റാം വരുന്ന ഒരു ലാപ്ടോപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ അതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യാനായിട്ട് വലിയതായിട്ടൊന്നും എടുക്കുന്നില്ല. ഞാൻ ഇപ്പോഴും കൈൻമാസ്റ്ററിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്ന ഒരു യൂട്യൂബറിൻ്റെ എഫേർട്ട് എന്തോരമാണെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നല്ലൊരു സൂപ്പർ കിടിലൻ കണ്ടൻറ്റുമായിട്ട് കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ Ansel Pishaji from YWVlogs signing off. Bye.